ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ആ ഒരു സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഒരു ശരിയായ തീരുമാനമെടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ. മാത്രമല്ല, ചില വ്യക്തികൾ മൂലം മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ ഒരു എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പലതും നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിയാണ് നിങ്ങൾ. പല വ്യക്തികൾ മൂലം നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം നിങ്ങൾക്ക് ലഭിക്കേണ്ട സ്നേഹം നഷ്ടമായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം വേണ്ടായെന്ന് വെച്ചിട്ട് മറ്റൊന്നിനെ ആകർഷിച്ച് നിങ്ങൾ സ്നേഹിച്ചവർ പോയിട്ടുണ്ടാവാം. പലരും നിങ്ങളോട് കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളെ പിന്നിൽ നിന്ന് ചതിച്ചിട്ടുണ്ടാവാം. ഇതെല്ലാം ജീവിതത്തിൽ അനുഭവിച്ച ചില വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായ പല മോശം കാര്യങ്ങളും ഇപ്പോഴും നിങ്ങളെ മാനസികമായും അല്ലാതെയുമൊക്കെ പിന്തുടരുന്നുണ്ടാവാം. എന്നാൽ അതിനെല്ലാം ഇവിടെ ഒരു അന്ത്യം സംഭവിക്കുകയാണ്. ഒരു അവസാനമുണ്ടാകുന്നു. ഇവിടെ കണ്ടില്ലേ, ഡെത്ത് കാർഡും വന്നിട്ടുണ്ട്, സൺ കാർഡും വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തിന് ഒരു പ്രകാശം വന്നെത്താൻ സമയമായി എന്നുള്ളതാണ്. ജീവിതത്തിലൊരു പരിവർത്തനം സംഭവിക്കുന്നു. ജീവിതം ഒരു പരിവർത്തനത്തിലേക്ക് കടക്കുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ കുറിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ അടഞ്ഞുപോയ വാതിലുകൾ തുറക്കപ്പെടുന്നു. ഒരുപക്ഷെ നിങ്ങൾ സഹായത്തിന് ചെന്ന പല വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരു വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നു. മാത്രമല്ല, ഇവിടെ സെലിബ്രേഷൻ കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നെത്തുന്ന ഒരു സമയമാണ് എന്നാണ്. നിങ്ങൾക്ക് ഒരു സെലിബ്രേഷനുള്ള സമയമായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു ജോലി നഷ്ടപ്പെട്ട വ്യക്തിയാകാം. അപ്പോൾ നല്ലൊരു ജോലി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം. അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതാവാം. ആ ഒരു സന്തോഷം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാവാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ വന്നെത്തുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാവാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറി നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാകുന്നതാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്കിവിടെ സന്തോഷിക്കുവാനുള്ള കുറേയധികം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരേണ്ട സമയമായിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ജീവിത മാർഗത്തിന് വേണ്ടിയുള്ള പല വഴികളും അടഞ്ഞ ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ചിലർക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും രീതിയിൽ തകർച്ച സംഭവിച്ചിരിക്കാം. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഏതെങ്കിലും രീതിയിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ടാവാം. അങ്ങനെ നിങ്ങളുടെ സാഹചര്യം എത്ര മോശമാണെങ്കിലും അത് തീർച്ചയായും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ക്രിയേറ്റീവ് പവറിനെ നിങ്ങൾ പുറത്തെടുക്കുക. നിങ്ങൾക്ക് പുതിയ പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കാൻ സാധിക്കുമെന്നാണ്. നിങ്ങളിവിടെ പുതിയ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ചിലപ്പോൾ തടസ്സങ്ങളായിരിക്കാം
നിങ്ങൾ നേരിടുന്നത്. ഒരുപക്ഷെ ശരിയായ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കാം നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉചിതമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ കരിയർ സംബന്ധമായാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്ന ഒരു എനർജിയിലേക്ക് പോകുന്നുണ്ട്. അതുമാത്രമല്ല, കുറേ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും മാനിഫെസ്റ്റ് ചെയ്യാനും പുതിയ ചില ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമൊക്കെ സാധിക്കും എന്നാണ് കാണുന്നത്. അതുപോലെ ചില രഹസ്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടാനും സമയമായി എന്നാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ആഗ്രഹമായിരിക്കാം ഒരു വീട് വയ്ക്കണം, അല്ലെങ്കിൽ ഒരു ജോലി വാങ്ങണം എന്നൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഒരു ആഗ്രഹമായിരിക്കാം. അങ്ങനെ എന്താണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ എത്തിപ്പെടുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാനും സന്തോഷിക്കുവാനും സാധിക്കുമെന്നാണ്. ഒരുപക്ഷെ ഒരു യാത്ര പോകുന്നതാവാം. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു ട്രാവൽ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യാത്ര പോകുന്നതാവാം. അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ മാനസികമായി അലട്ടുന്ന പ്രശ്നങ്ങളെ മാറ്റി നിർത്തി നിങ്ങളിലെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ സന്തോഷിക്കേണ്ട ഒരു സമയമാണ്. അതായത് ഒരുപക്ഷെ നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു ആളാവാം. അത്തരത്തിൽ നിങ്ങളുടെ കഴിവുകളെ ആസ്വദിച്ച് എൻജോയ് ചെയ്യുന്ന ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്ന് മാറി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങൾക്കുമുള്ള ഒരു ക്ലാരിറ്റി ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ, മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് ഒരുപാട് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ആളായിരിക്കാം, ഒരുപാട് പഴികൾ കേൾക്കേണ്ടി വന്നിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ളൊരു ക്ലാരിറ്റി ആകാം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് മറ്റാരോടും ഷെയർ ചെയ്യുന്നതിൽ താല്പര്യമില്ലാത്ത ഒരാൾ കൂടിയാണ്. നിങ്ങളുടെ ഇമോഷൻസ് എന്താണെങ്കിലും അത് നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ വെക്കുന്നതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. മാത്രമല്ല, നിങ്ങൾ നല്ല അറിവുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ 100% ആത്മാർത്ഥത പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഒരു ടീം ലീഡറാകാനുള്ള എല്ലാ ക്വാളിറ്റിയും നിങ്ങളിലുണ്ട്. നിങ്ങളുടെ കഴിവുകളിൽ ആത്മവിശ്വാസമുള്ളൊരു വ്യക്തി കൂടിയാണ് നിങ്ങൾ. അതുപോലെ തന്നെ മറ്റു ചില വ്യക്തികൾ പറയുന്ന പല കാര്യങ്ങളും കേട്ട് ചിലപ്പോൾ കുറേ ട്രാപ്പിൽ പെട്ടിട്ടുണ്ടാവാം നിങ്ങൾ. അതായത് ചിലപ്പോൾ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കേണ്ടി വന്നത് മൂലം, മറ്റു ചിലരുടെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ചത് മൂലം ചില തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ നേരിടുന്ന ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആവുന്നു എന്നാണ്. നിങ്ങളുടെ കണ്ണ് കെട്ടി വെച്ചിരിക്കുന്നത് ആരായാലും അല്ലെങ്കിൽ ഏത് സാഹചര്യമായാലും ആ കണ്ണ് കെട്ടിയ അവസ്ഥ മാറുന്നു എന്നാണ്. ആ കെട്ടഴിക്കാനുള്ള ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു. ആ ഒരു സമയത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ട്രാപ്പിലൊക്കെ പെട്ട് പൈസ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മറികടന്ന് മുന്നേറാനുള്ള ഒരു എനർജിയും ഒരു മെൻ്റൽ ക്ലാരിറ്റിയും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്.
തീർച്ചയായും നിങ്ങളിലേക്ക് പുതിയ പുതിയ ഐഡിയാസൊക്കെ വരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ആ കാര്യങ്ങളെയെല്ലാം ജീവിതത്തിലേക്ക് പകർത്താൻ സാധിച്ചാൽ ജീവിതത്തിലൊരു സക്സസ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.